കുറച്ച് ദിവസമായിട്ട് ഞങ്ങളൊക്കെ ഇലക്ഷൻ പര്യടനത്തിലാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതുപോലെ ഞങ്ങളൊക്കെ നേതാക്കളൊക്കെ പര്യടനത്തിലാണ്. കേരളത്തിൽ വളരെ നല്ല ഒരു സാധ്യതയാണ് UDFന് തെളിഞ്ഞു വന്നിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും വലിയ ആവേശമാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് കാസർഗോഡാണ്. ഇവിടെ വർദ്ധിച്ച ആവേശമുണ്ട്. വലിയ ഭൂരിപക്ഷത്തിന് UDFൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ ഉണ്ണിത്താൻ അത്രക്ക് ജനഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഞാൻ പോയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, കേരളത്തിലെ ഒരുവിധം എല്ലാ നിയോജകങ്ങളിലും പോയി. നിങ്ങളൊക്കെ നടത്തുന്ന സർവേ ശരിയാണെന്ന് തോന്നുന്നു. വലിയ നിലയിൽ 20 സീറ്റും UDF ജയിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത്. ആ സാഹചര്യത്തിൽ ആളുകൾക്ക് പ്രതീക്ഷയുണ്ട്. ഒരു ഭരണമാറ്റം എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. കാരണം ഇന്ത്യ മുന്നണിക്ക് വർദ്ധിച്ച സാധ്യതയാണ്. ആദ്യം ഉണ്ടായിരുന്ന പോലെയല്ല. ഇപ്പം ജനങ്ങളിൽ നല്ല അവബോധമുണ്ട്. ഓരോ സംസ്ഥാനത്തുമുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ വാർത്താമാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കി ഇന്ത്യ മുന്നണി ശരിക്കും ഒരു മുന്നണിയായി കഴിഞ്ഞു, നല്ലൊരു മുന്നണിയായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയാണ് ഇപ്പോൾ ഇൻടാക്റ്റ് ആയിട്ടുള്ള ഭദ്രമായ ഒരു മുന്നണി. അപ്പുറത്ത് NDAയേക്കാൾ നല്ല മുന്നണി ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയാണ്. അങ്ങനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാവട്ടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാവട്ടെ ഒക്കെ നോക്കിയാൽ BJP മുന്നണിയുടെ സാധ്യത അനുദിനം കുറഞ്ഞ് വരികയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യത വരും നാളുകളിൽ, ഇപ്പോൾ കേരളത്തിലെ സർവേ പുറത്തു വന്നതുപോലെ തമിഴ്നാട്ടിലെ സർവേ പുറത്തു വന്നതുപോലെ വരും നാളുകളിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റമാണ് രാജ്യത്ത് നടക്കുന്നത്. BJPക്ക് ഭൂരിപക്ഷം കിട്ടുകയില്ല എന്നുള്ള വസ്തുത വൈകാതെ പുറത്തു വരും. അതാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളൊക്കെ ആ കണക്കുകൂട്ടലുണ്ട്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പോലെയല്ല, പല സംസ്ഥാനങ്ങളും ഒരു മുന്നണിയായി ഭദ്രമായിട്ടാണ് ഈ തവണ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ. കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെയാണ് 100% വിജയം ഉണ്ടാവുക. അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടാവും. അതാണ് വർദ്ധിച്ച ആവേശം, അതുപോലെ തന്നെ പ്രതീക്ഷയും ജനങ്ങൾക്ക് കൊടുക്കുന്നത്. പലതവണ നേരിട്ടെത്തുകയാണ്. അത് എവിടെന്നെങ്കിലും കുറച്ച് സീറ്റ് കിട്ടണം എന്നുള്ള ഒരു തോന്നലാണ്. കാരണം ഉത്തരേന്ത്യ അവിടെ കഴിഞ്ഞ പ്രാവശ്യം BJPയുടെ സ്ട്രോങ് ഹോൾഡിൽ കിട്ടിയ എണ്ണം ഭൂരിപക്ഷത്തിന് തികയില്ല എന്നുള്ള തോന്നലാണ് പ്രൈം മിനിസ്റ്ററുടെ ഈ പരക്കം പാച്ചിലിന് ഇടവരുത്തിയത് എന്നാണ് പലരും പറയുന്നത്. കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ദക്ഷിണേന്ത്യയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കിട്ടൂല. കഴിഞ്ഞ പ്രാവശ്യം മാക്സിമം കിട്ടുകഴിഞ്ഞു, കുറയും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എത്ര കുറയും എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കയാണ് ഈ അടിക്കടി വരുന്നതിൻ്റെ കാരണം എന്നാണ് മനസ്സിലാവുന്നത്. സൗത്ത് ഇന്ത്യ BJP ടാർഗറ്റ് ചെയ്തൊരു സ്ഥലമാണല്ലോ, അതുകൊണ്ടായിരിക്കും. അല്ല, സൗത്ത് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടല്ല, നോർത്ത് ഇന്ത്യയിൽ തികയില്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അധികം വരുന്നത്. ഇന്ത്യ മുന്നണി ശക്തമാണെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണി ലീഡറായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കണ്ണൂർ വന്ന് പറഞ്ഞത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല, ED എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല, ഇതൊക്കെയാണ്. അങ്ങനെയല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ചതാവും. അതല്ലാതെ അങ്ങനെ ചെയ്യണം എന്ന് അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം.